ഹായ് ഫ്രണ്ട്സ്, ഡൽഹി ബൈക്ക് ടാക്സി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 6 വ്യാഴാഴ്ചയാണ്. ഇന്നലെ ഞാൻ ഓടിയില്ല, 5-ാം തീയതി ഞാൻ ഓടിയില്ല. ഇന്നിപ്പം വ്യാഴാഴ്ച മോർണിംഗിൽ നമ്മൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോൾ വ്യാഴാഴ്ച മോർണിംഗ് 8 മണിയായി. ഞാനിപ്പം നേപ്സറായിൽ നിന്ന് ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് നേരെ ബിക്കാജി ഗാമയ്ക്ക് ഫസ്റ്റ് ട്രിപ്പ് കിട്ടി ഇന്നത്തെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചൊവ്വാഴ്ച 9 മണിക്കൂർ കൊണ്ട് 995 രൂപയ്ക്കാണ് ഓടിയത്. ഇപ്പം ഈ ആഴ്ച ഇപ്പോൾ 2-3 ആഴ്ചയായിട്ട് ഊബറിൽ ഇൻസെൻറ്റീവ് ഇല്ല. ഇൻസെൻറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു. സൊണാലി ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ കസ്റ്റമർ കേട്ടോ. ഓക്കെ, ഏപ്പേ അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. 92 റുപ്പീസ് കിട്ടി ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പിന്. രാവിലെ റോഡിൽ ട്രാഫിക് ജാം ഇല്ലാഞ്ഞുകൊണ്ട് പടപടയിൽ നമുക്ക് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. 92 റുപ്പീസ് പാസഞ്ചറിൻ്റെ നിന്ന് മേടിച്ചു. 84 റുപ്പീസാണ് നമുക്ക് തന്നത്. 9.7 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. 22 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതാണ് ട്രാഫിക് ജാം ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നോർമൽ ട്രാഫിക് ജാം ഉള്ള ദിവസമാണെങ്കിൽ, ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ്, ഒരു 9 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ജാം തുടങ്ങും. പിന്നെ നമുക്ക് ഈ ഒരു 10 കിലോമീറ്റർ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 40 മിനിറ്റ് 50 മിനിറ്റ് ഒക്കെ എടുക്കും. അങ്ങനെയാണ് നമ്മുടെ ടൈം വേസ്റ്റ് ആകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ സമയം വർക്ക് ചെയ്യേണ്ടി വരുന്നത്. ട്രാഫിക് ജാമാണ് റോഡിലെ പ്രധാന പ്രശ്നം. IGI എയർപോർട്ടിലേക്കൊക്കെ വരുന്നത്. എയർപോർട്ട് വേണ്ട, എയർപോർട്ടിൽ പോയാൽ പിന്നെ റിട്ടേൺ ട്രിപ്പ് കിട്ടാൻ പാടാ. അങ്ങനെ നമ്മളിവിടെ കയറി പെട്രോൾ അടിച്ചപ്പോഴത്തേന് നെക്സ്റ്റ് ട്രിപ്പ് വന്നു. ഒരു 50 റുപ്പീസിൻ്റെ ട്രിപ്പ് ബിക്കാജി ഗാമ മെട്രോ സ്റ്റേഷൻ ടു ജിയ സറായിക്ക്. നമ്മൾ രാവിലെ ലൊക്കേഷനിൽ എത്തിയൊരു കസ്റ്റമറെ കാണുന്നില്ല. രാവിലെ ബൈക്കുകാരൊക്കെ ചെന്നം പിന്നെ പായുന്നല്ലോ. സൈക്ലിങ്ങുകാർ പോകുന്നില്ല രാവിലെ. ये IIT के अंदर डाला हुआ है आपने. അങ്ങനെ നെക്സ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. 2 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. 112 രൂപയ്ക്ക് ഓടി. പുള്ളിക്ക് IITക്ക് അകത്തായിരുന്നു പോകേണ്ടത്. പക്ഷെങ്കിൽ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൽ കൂടെ കയറണമെങ്കിൽ റോങ് സൈഡ് എടുക്കണം. അതുകൊണ്ട് പുള്ളി നടന്നു പോകാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് 30 രൂപയെ കിട്ടിയുള്ളൂ ഈ ഒരു ട്രിപ്പിന്. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് 112 രൂപ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് സുഖം പണിയാണല്ലോ എന്ന്. ഈ ട്രാഫിക് ജാമിൽ 10 മണിക്കൂർ വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ
അത്ര സുഖം പിടിച്ച പരിപാടിയല്ല. എനിക്ക് നടുവേദനയായിട്ടാണ് ഞാൻ ഇന്നലെ ഓടായിരുന്നത്. 2 ദിവസം 10 മണിക്കൂർ വെച്ച് ഓടിയപ്പോഴത്തേന് നടുവേദനയായി. പിന്നെ ഒരു ദിവസം റെസ്റ്റ് എടുത്താൽ അടുത്ത ദിവസം ഓടാൻ പറ്റും. നമുക്ക് 30 ദിവസം കണ്ടിന്യൂ ഇങ്ങനെ ഓടാൻ പറ്റത്തില്ല. അത് ഈ ജാമിനകത്ത് ഒരു 5 മണിക്കൂർ വർക്ക് ചെയ്യുക, റെസ്റ്റ് എടുക്കുക 2 മണിക്കൂർ, അത് കഴിഞ്ഞ് ഒരു 5 മണിക്കൂർ വർക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. റെസ്റ്റ് എടുക്കാൻ പോയാൽ പിന്നെ നമ്മളങ്ങ് മടിക്കും. അതാണ് മെയിൻ വിഷയം. അതാണ് ഞാൻ റെസ്റ്റ് എടുക്കാത്തത്. റെസ്റ്റ് എടുക്കാൻ റൂമിൽ പോയാൽ പിന്നെ ഇറങ്ങാതെ ഇന്നിനും പോകണ്ടെന്ന് നോക്കും. വെറുതെ കിടന്ന് ഓണടിക്കുക അവൻ. അതുകൊണ്ടാ വലിയ വണ്ടി കൊണ്ട് വന്നുള്ള ബുദ്ധിമുട്ടിതാ. ഓടിച്ചെടുത്ത് പോകണമെങ്കിൽ ഭയങ്കര പാടാണ്. ട്രാഫിക്കിലൊക്കെ വണ്ടി കിടക്കുവാണെങ്കിലും നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി പോവും, ഫ്രണ്ടിൽ ചെല്ലും. അതുകൊണ്ട് ആളുകൾ കൂടുതലും ഇത് ഇഷ്ടപ്പെടുന്നത്, പെട്ടെന്ന് എത്തിക്കും. അതേസമയം വലിയ വണ്ടികളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പാടായിരിക്കും ഇതിൻ്റെ ഇടയിൽ കൂടെ എടുത്തുകൊണ്ട് പോകാൻ, ഗ്യാപ്പ് കിട്ടത്തില്ല. പിന്നെ എവിടെയെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇമാർ ആദ്യം അടി, പിന്നെ വർത്താനേ ഉള്ളൂ. പിന്നെ ഈ സ്പോർട്സ് ബൈക്കിംഗ് കൊണ്ടൊക്കെ വരാൻ പറ്റുമെന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. സ്പോർട്സ് ബൈക്കിംഗ് കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകൾ, ലേഡീസൊക്കെ ആണെങ്കിലും കയറത്തില്ല. ഇപ്പം ഹിന്ദി ബ്ലോഗർമാർ 1-2 പേരങ്ങനെ ചെയ്തിട്ട് വേറെ പൈസയ്ക്ക് വേണ്ടിയല്ല, അവരെ ഷോ കാണിക്കാൻ വേണ്ടി വരുന്നതെന്ന് അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് അവർ ട്രിപ്പ് ക്യാൻസൽ ചെയ്യും, കയറത്തില്ല വണ്ടിയല്ല. അങ്ങനെ ഹിന്ദി ബ്ലോഗർമാർ ചെയ്ത വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഈ റാപ്പിഡോയിലൊക്കെ ഇത് തുടങ്ങിയ സമയത്ത് കുടുകാവിലൊക്കെ ഇമാർ രാവിലെ ഒരു സംഘം വരുന്നുണ്ട്. ഇമാർ ഷോ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുമായിരുന്നു. അയ്യോ, ഭയങ്കര ജാമാണല്ലോ. मेट्रो पे जाना है ना? ओके, हाँ नहीं हुआ। ओके ओके, അങ്ങനെ 72-ൻ്റെ അടുത്ത ട്രിപ്പ് കഴിഞ്ഞു. ഛത്തർപൂർ മെട്രോ സ്റ്റേഷനിലെത്തി. രാവിലെ ഈ ഒരു സിഗ്നലിൽ എന്തോ ജാമാണെന്നറിയോ. ഭാഗ്യത്തിന് നമ്മൾ അധികം ജാമിൽ പെടാതെ കയറിപ്പോന്നു. അല്ലെങ്കിൽ ഇവിടെ കിലോമീറ്ററുകൾ ജാമിൽ കിടക്കേണ്ടി വന്നേനെ. ഇവിടെ നമുക്ക് പെട്ടെന്ന് പോരാൻ പറ്റി. ഞാൻ ഈ ഒരു ട്രിപ്പ് പിക്ക് ചെയ്ത് അവിടെ നിന്നൊരു 17 മിനിറ്റ് ഉണ്ടായിരുന്നു ഇവിടെ വരെ വരാൻ. ആ ഒരു 17 മിനിറ്റ് മുതൽ ഊബറിൽ ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുക. കാരണം 17 മിനിറ്റ് അവിടുന്ന് ഈ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്യാൻ വേണം. പിന്നെ അടുത്ത പിക്കപ്പിന് ഒരു 10 മിനിറ്റ് എടുക്കും. ഇത്ര സമയമൊക്കെ പാസഞ്ചർ വെയിറ്റ് ചെയ്തിരിക്കുക. കാരണം അതുപോലെ ട്രിപ്പ് വരുന്നുണ്ട് രാവിലെ. അതാ
കാരണം ഇപ്പോൾ ഊബറിൽ ഡ്രൈവറെ കിട്ടിയില്ലെങ്കിൽ അടുത്തതിനകത്തോട്ട് ആൾക്കാർ പോവും. അത് ഒഴിവാക്കാൻ വേണ്ടി ആളിനെ ഇവിടെ തന്നെ പിടിച്ചിരുത്താൻ വേണ്ടി ഊബർ ചെയ്യുന്ന പരിപാടിയാണ്. വേറൊരു പ്ലാറ്റ്ഫോം പാസഞ്ചർ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി. ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാറാകുമ്പോൾ അടുത്ത് കിട്ടിയാൽ കുഴപ്പമില്ല. ജാം കണ്ടോ, ജാം. ഇതാണ് ഡൽഹിയിലെ ജാം. അടുത്ത ട്രിപ്പ് മഹാബ്രതോ. ലൊക്കേഷൻ ബേഹു മെസ്സേജ് വന്നു. നമ്മൾ വരുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി മെസ്സേജ് അയക്കുന്ന. ഇതൊക്കെ പഴയ കോട്ടകളാണ്, കുത്തബ് മീനാറിൻ്റെ ഭാഗമായിട്ടുള്ള കോട്ടകളാണ്. ഇതൊക്കെ കണ്ടില്ല, മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക. आपने बुक किया क्या ऊबर? हाँ, बाबिदा नहीं. अच्छा, ഇതായിരുന്നു നമ്മുടെ പാസഞ്ചർ. ഞാൻ 3140. ഇതുങ്ങൾ റോഡിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇപ്പോൾ സമയം 6 മണിയായി. 3:30 ശേഷം ട്രിപ്പ് വന്നില്ല. അത് കാരണം ഞാനൊരു ബ്രേക്ക് എടുത്തു. 5:30 വരെ, 2 മണിക്കൂർ. 5:30 ലോഗിൻ ചെയ്തു. അപ്പോൾ നമുക്ക് നേരെ മദാങ്കിറിന്, മുനീർക്കെ ടു മദാങ്കിർ 94 റുപ്പീസിൻ്റെ ഒരു ട്രിപ്പ് കിട്ടി. ഇതുവരെ അപ്പോൾ 855 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കസ്റ്റമറിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവിടണം മുനീർക്കെ തന്നെ. അപ്പം 94 റുപ്പീസിൻ്റെ റിട്ടേൺ ട്രിപ്പും കിട്ടി. അപ്പോൾ അത് സെറ്റായി. പിന്നെ ഒരു ചെറിയ ട്രിപ്പ് എടുത്ത് നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഒരു നാനോ കൊണ്ട് ഉപേക്ഷിച്ചിട്ടേക്കുന്നുണ്ട്, എടുക്കാതെ ഇട്ടിരിക്കുക. കുറേ നാളായി തോന്നുന്നു. ടയറൊക്കെ പുത്തൻ ടയറായിരുന്നു. ഇവിടെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുറേ വണ്ടികൾ കിടപ്പുണ്ട്, എടുക്കാതെ ഇട്ടിരിക്കുന്ന വണ്ടികൾ. അങ്ങനെ ഇപ്പോൾ മുനീർക്കയിലെത്തി. നമ്മൾ മദാങ്കര പോയി അവിടെ നിന്ന് ഒരു ഓഫ്ലൈൻ ട്രിപ്പ് എടുത്ത് നേരെ ഇപ്പം മുനീർക്കയിലെത്തി. ഇവിടുന്ന് നമുക്ക് നേരെ പാതി വഴിക്കുള്ളൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അതോടെടുത്ത് പോയേക്കാം. ഇന്നത്തെ ട്രിപ്പ് മതിയാക്കിയേക്കാം. ഇതാണ് നമ്മുടെ പാസഞ്ചർ. ഇവിടെ വണ്ടി നിർത്തിയ പുറകെ വരുന്നവന്മാർ തെറി വിളിക്കുമല്ലോ. 43. जल्दी बैठो जल्दी. ओके. അങ്ങനെ 50 രൂപ അടുത്ത ട്രിപ്പും കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ സമയം 7 മണിയായി. 5:30 ഞാൻ ലോഗിൻ ചെയ്ത്
ഇപ്പോൾ 7 മണി 1.5 മണിക്കൂർ കൊണ്ട് 250 രൂപയ്ക്ക് ഓടി. ഇന്ന് 9 മണിക്കൂർ കൊണ്ട് നമ്മൾ 993 രൂപയ്ക്കാണ് ഓടിയത്. അതിൽ 250 രൂപ പെട്രോൾ കൂട്ടാം, ബാക്കി 750 രൂപ നമുക്ക് ഇന്നത്തെ ബാലൻസ് കിട്ടിയിരിക്കുന്നത് 9 മണിക്കൂർ കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം.